വൈ എ ഗവൺമെന്റ് ലോ കോളേജ്? ഒരു ഗവൺമെന്റ് ലോ കോളേജ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ദ ഫസ്റ്റ് വൺ വിൽ ബി എ GLC ടാഗ്. അതായത് നിങ്ങളൊരു ലോ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ID കാർഡ് കാണുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബി ലൈക്ക് എ ഗവൺമെന്റ് ലോ കോളേജ് ദാറ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. ഒരുപാട് പ്രൈവറ്റ് ലോ കോളേജിൽ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും, അതൊരു സത്യമാണ്. സോ ഒരു GLC ടാഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ ഭയങ്കര എക്സ്പോഷറാണ്, അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഗവൺമെന്റ് ലോ കോളേജുകളിൽ വരും. ബിക്കോസ് കേരളത്തിൽ 4 ഗവൺമെന്റ് ലോ കോളേജ് ഉള്ളൂ. ഇനി വെൻ കംസ് ടു ദ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്, എല്ലാ പൊളിറ്റിക്സിലും ബിലീവ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര, അതായത് മനസ്സിലായി, ഭയങ്കര ഒരു എക്സ്പോഷറാണ്. ആ ഒരു എക്സ്പോഷർ ഗവൺമെന്റ് ലോ കോളേജ് തരുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഒരു പ്രൈവറ്റ് ലോ കോളേജ് തരുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഫ്രീഡം. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ലോ പഠിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഫ്രീഡം ഇഷ്യൂസ് ഉണ്ട്. അത് ചെയ്യണം ഇത് ചെയ്യണം, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മാനേജ്മെന്റിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. ഒരു ഗവൺമെന്റ് ലോ കോളേജ് പഠിക്കുന്ന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ട്, നമുക്ക് റൈറ്റ് ടു ചൂസ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നീട് വരുന്ന ഒരു ഏറ്റവും മെയിനുള്ള കാര്യം എന്ന് വെച്ചാൽ അലുമിനീസ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോടതിയിൽ പോകുമ്പോൾ ചില ജഡ്ജിമാരൊക്കെ, സീനിയർ ജഡ്ജിമാരൊക്കെ ഒരു ഗവൺമെന്റ് ലോ കോളേജിന്റെ ഒരു വിദ്യാർത്ഥിയായിരിക്കും. അപ്പോൾ നമുക്ക് അവർക്കൊരു അലുമയും, ഞാൻ ഈ കോളേജിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ സാറിന് അറിയാമെന്നൊക്കെ ചോദിക്കില്ലേ, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഗവൺമെന്റ് ലോ കോളേജിലെ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു ടാഗ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീസ് സ്ട്രക്ചറാണ്. കാരണം നിങ്ങൾക്ക് അറിയില്ല ഒരു പ്രൈവറ്റ് ലോ കോളേജിൽ എത്രത്തോളം ഫീസാണ് ഒരു ലോ എന്ന് പറയുന്ന ഒരു ഫീൽഡിന് മേടിക്കുന്നതെന്ന്. ഗവൺമെന്റ് ലോ കോളേജിൽ ഇപ്പോൾ എനിക്കൊക്കെ ഒരു വർഷം 2000-3000 ഒക്കെയാണ് ഒരു സെമ്മിനൊക്കെ വരുന്നത്. ആൻഡ് അതിലും തന്നെ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സെം ഫീസ് നടക്കേണ്ട. ഇനി ഹോസ്റ്റലിലാണെങ്കിലും നമുക്ക് റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്റ്റൽസ് ഫീസ് അടയ്ക്കേണ്ട. പക്ഷെ അപ്പോഴും നമുക്ക് മാസത്തിൽ 2000-3000, 2500 അടുത്ത ഫീസ് വരുള്ളൂ. അതിൻ്റെ ഒരു ഗവൺമെന്റ് ലോ കോളേജ് എന്ന് പറയുന്ന ഒരു ടാഗ്, അല്ലെങ്കിൽ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. നിങ്ങളൊന്ന് കുറച്ച് മനസ്സിരുത്തി പഠിച്ചാൽ, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കേണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഐ ജസ്റ്റ് വാണ്ട് യു ടു സേ ദാറ്റ് ഇഫ് യു വാണ്ട് എ ചേഞ്ച്, യു ഷുഡ് ബി ദ ചേഞ്ച്. മനസ്സിലായോ? നിങ്ങൾക്കൊരു ചേഞ്ച് വേണം, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് മാറണം, എന്നാലാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്. ക്ലീ എക്സാം നല്ലപോലെ അടിച്ചു പൊളിച്ച് എഴുതുക. കീപ് ഇൻ ടച്ച്, കീപ് സബ്സ്ക്രൈബ്, ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. Thank you so much for watching. This is Shalin here and bye.